ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷു എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരുടെയും മനസ്സിൽ സന്തോഷമുള്ള ദിവസമാണല്ലോ, പ്രത്യേകിച്ച് മലയാളികൾക്ക്. കാരണം എന്താ, അന്നത്തെ ദിവസം എല്ലാവർക്കും നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അന്ന് നമുക്ക് കൈനീട്ടമൊക്കെ കിട്ടുമല്ലേ, അതുകൊണ്ടാണ് നമുക്ക് നല്ല സന്തോഷമുള്ളത്. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് നമ്മളെ ഉണ്ണിക്കണ്ണനെ ഒരുക്കി നല്ല കണിയൊക്കെ വച്ചിട്ട് നല്ല ഒരുക്കി നമ്മൾ ആ ഒരു കണി കാണുന്ന ആ ഒരു സന്തോഷം, അതൊരു പ്രത്യേക ഒരു ഫീലാണല്ലേ. അതുപോലെ തന്നെ ഞാൻ തലേ ദിവസം കണി വയ്ക്കാനുള്ള ഒരുക്കത്തിലൊക്കെയാണ്. അപ്പോൾ കണ്ണനെയൊക്കെ തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ അവിടുത്തെ വിഗ്രഹമാണ്. ഈ വിഗ്രഹം വെച്ചിട്ടാണ് ഞങ്ങളവിടെ കണി വയ്ക്കാറുള്ളത്. അത് വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ അവിടെ വിളക്ക് കത്തിക്കാറുള്ളത്. നമ്മൾ പൂജാമുറിയിൽ എല്ലാ ദൈവങ്ങളും ഉണ്ട്, എല്ലാ ദൈവങ്ങളെയും വെച്ച് നമ്മൾ വിളക്ക് കത്തിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ പൂജാമുറിയൊക്കെ തുടച്ചൊക്കെ ഇട്ടതാണെങ്കിലും നമ്മൾ കണി വയ്ക്കുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ തുടച്ചിടുകയാണ്. തുടച്ചിട്ടിട്ട് അവിടെ ഒരു പലകയൊക്കെ എടുത്ത് വെച്ച് നമ്മളിവിടെയാണ് കണി വയ്ക്കുന്നത്. ഒരു പലകയൊക്കെ എടുത്ത് വെച്ച് ഉണ്ണിക്കണ്ണനെയൊക്കെ കൊണ്ടുവയ്ക്കുകയാണ്. ഞങ്ങൾക്ക് 2 വിഗ്രഹമുണ്ട്, രണ്ടും കണി വയ്ക്കുകയാണ്. സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ഇനി ഒരുക്കി വെച്ചാൽ മതി. ഞാൻ രാത്രിയാണ് കേട്ടോ കണിയൊക്കെ ഒരുക്കി വയ്ക്കുന്നത്. ഞാൻ നേരത്തെ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ രാത്രിയായിപ്പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ കണിയൊക്കെ റെഡിയാക്കി കണ്ണനെയൊക്കെ ഒരുക്കി കണി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മഞ്ഞപ്പട്ട് കൊടുത്തിട്ടുണ്ട് കൃഷ്ണന്. പിന്നെ മറ്റേ കണ്ണന് അപ്പുറത്തിരിക്കുന്ന കൃഷ്ണന് നേരിയതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അരിയുടെ പുറത്ത് കുറച്ച് നാണയങ്ങളും പിന്നെ പൊന്നും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും മാങ്ങയും, ഫ്രൂട്ട്സിൽ മാങ്ങയും പിന്നെ പീയണിക്കയുണ്ട്, നമ്മളെ കണിവെള്ളരിയുണ്ട്, മാങ്ങ, അങ്ങനെ എല്ലാ സാധനങ്ങളും വച്ചിട്ട് ചക്കയുണ്ട്, പിന്നെ ഗ്രാപ്സ് ഉണ്ട്. ഇതെല്ലാം വച്ചിട്ടാണ് ഞങ്ങളുടെ കണി വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ രാത്രി വിളക്ക് കത്തിക്കുകയാണ്. ഞങ്ങൾ രാത്രി വിളക്ക് കത്തിച്ചിട്ടാണ് കിടക്കുന്നത്. അതാകുമ്പോഴത്തേക്കും രാവിലെ നമുക്ക് അത് വിളക്ക് കത്തിക്കാതെ ഇങ്ങനെ തൊഴുമ്പോഴത്തേക്കും ഒരു ഇതാണല്ലോ, വീണ്ടും നമ്മൾ വിളക്ക് കത്തിച്ചിട്ടല്ലേ പിന്നെ തൊഴാൻ പറ്റുള്ളൂ. അതുകൊണ്ട് രാത്രി കത്തിച്ചിട്ട് നമ്മൾ കിടക്കും. ഇത് രാവിലെ ഞാൻ മോളെ കണി കാണിക്കാൻ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അവിടെ രാവിലെ നേരം വെളുത്ത് എണീറ്റപ്പോഴത്തേക്കും ഞാനും ചേട്ടനും ഒക്കെ രാവിലെ കണി കണ്ട് തൊഴുതായിരുന്നു. പിന്നെ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്ന് വീണ്ടും ഒന്ന് തൊഴുതിട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ മോൾ കഴിച്ച് വന്നിട്ടുണ്ട്. മോളെ കണി കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അവളിതാ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ്. അവൾക്ക് നല്ല ഉറക്കച്ചടവുണ്ട് കേട്ടോ, ഉറക്കച്ചടവ് കൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. പിന്നെ മോനെയും വിളിച്ചുകൊണ്ട് വന്നു, അവനും തൊഴുതുകൊണ്ട് നിൽക്കുകയാണ്. രണ്ടുപേരും ഉറക്കച്ചടവിൽ അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അതാണ് ഒരു ഉഷാറില്ലാതെ നിൽക്കുന്നത്. രണ്ടുപേരും തൊഴുത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത് പൂജയ്ക്കുള്ള സമയമായി. പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് പൂജ ചെയ്തിട്ട് ഇനി അത് ആ പടുക്കയൊക്കെ നമുക്ക് ഇളക്കണം. പടുക്കയെന്ന് പറഞ്ഞാൽ അത് ഈ ഫ്രൂട്ട്സൊക്കെ വച്ചിരിക്കുന്നതൊക്കെ ഇളക്കണം. അതിന് വേണ്ടിയിട്ട് അടുത്ത് പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചേട്ടൻ ഇവിടെ കർപ്പൂരമൊക്കെ ഒഴിഞ്ഞ് പൂജ കഴിഞ്ഞതിന് ശേഷം കൈനീട്ടം കൊടുക്കും. ഇനി മക്കൾക്ക് 2 പേർക്കും ചേട്ടൻ കൈനീട്ടം കൊടുക്കുകയാണ്. ആദ്യം മോക്കാണ് കൈനീട്ടം കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് മോന് കൊടുക്കാൻ വേണ്ടി എടുക്കുകയാണ്. മോനും കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് എൻ്റെ കൈനീട്ടമാണ്. എനിക്കാണ് അടുത്ത് ഇനി ഞാനും കൈനീട്ടം വാങ്ങിക്കുന്നുണ്ട്. ചേട്ടന് മക്കളാണ് കേട്ടോ കൈനീട്ടം കൊടുക്കുന്നത്. അപ്പോൾ അവർ 2 പേരും കൂടെയാണ് ചേട്ടന് കൈനീട്ടം കൊടുക്കുന്നത്. അപ്പം മോളിതാ ചേട്ടന് കൊടുക്കുകയാണ്. ഇനി അടുത്ത് മോൻ കൊടുക്കും. പിന്നെ 2 പേരും കൊടുത്തതിന് ശേഷം അവിടെ പടുക്കയൊക്കെ ഇളക്കി ഞാൻ ചേട്ടനാണ് പടുക്ക ഇളക്കി കയ്യിൽ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
അപ്പോൾ എല്ലാവർക്കും സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ല വിഷു ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ.